ഇപ്പോൾ പ്രസംഗത്തിന് ഏറ്റവും നീളം കുറയ്ക്കുന്നവർക്ക് നല്ല കൈയടി കിട്ടുന്നതായിട്ടൊരു ട്രെൻഡ് ഞാൻ മനസ്സിലാക്കി. അത് അവിടെ ഇരുന്നുകൊണ്ട് അതുകൊണ്ട് സുദീർഘമായി സംസാരിക്കുന്നില്ല. സന്തോഷിക്കുവാൻ വേണ്ടി ആളുകൾ ഒത്തുകൂടുന്നത് കാണുന്നത്രയും വലിയ സന്തോഷം മറ്റൊന്നില്ല. നമ്മളുടെ ഈ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ കഴിഞ്ഞ കുറേ അധികം ദിവസങ്ങളായി ഉറക്കം നിൽക്കുകയും ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇത്ര ഗംഭീരമായി നടത്തുന്നത്. എല്ലാവരുടെയും പേരുകൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. അവരെല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഇത് നല്ല കാര്യവും ഒരു ആശയമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക. ഇപ്പോൾ മാവേലിയെ വൃത്തിയുടേതുകൂടി ഒരു പരിഗണിക്കുന്നു എന്ന് ബ്രാൻഡ് അംബാസഡറായി, വൃത്തിയുടെ കൂടെ ബ്രാൻഡ് അംബാസഡർ. നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് അവിടുത്തെ വൃത്തിയാണ്. അങ്ങനെയൊക്കെയുള്ള ഏറ്റവും പുതിയ തരത്തിലുള്ള ആശയങ്ങൾ കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ്. എല്ലാം ഏതർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് അതുപോലെ പൂർണ്ണമായി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണത്തിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ജയറാമേട്ടൻ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളാണ്. ഞാൻ ആദ്യമായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ ബാബുച്ചേട്ടൻ പറഞ്ഞു ഇവിടെ വേദിയിലാതിട്ടില്ല, കറങ്ങി നടന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്തപ്പോൾ ഭാഗ്യത്തിന് ജയറാമേട്ടനും പറഞ്ഞു അച്ഛൻ്റെ കൂട്ടത്തിൽ പണ്ട് ഇവിടെ കറങ്ങി നടന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ഇനി ഒട്ടും ധരിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഏവർക്കും ഓണാശംസകൾ. ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ച നല്ലവരായ സംഘാടക സമിതി അംഗങ്ങളോടും സർക്കാരിനോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.